ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ വേദ ഇഷിതിന് മുന്നിൽ എല്ലാം തുറന്ന് പറയാണ്. അവർ തമ്മിലുള്ള എങ്ങനെ കല്യാണം ഉണ്ടായത് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഇഷിത അതൊക്കെ കേട്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഇനി എന്താ അടുത്ത പരിപാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വേദ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഞാൻ ഇനി ഓഫീസിലുള്ള കള്ളത്തരങ്ങൾ മുഴുവൻ കണ്ടെത്തണം, വിക്രത്തിന് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഇഷിത പറയുന്നുണ്ട് വേദയോട്, അയ്യോ അത്രയും ദിവസം എനിക്ക് വിക്രത്തിനെ ഇവിടെ സൂക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മഹേഷ് എന്തായാലും മറ്റന്നാൾ എത്തും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വേദ പറയുന്നുണ്ട്, അയ്യോ ഞാൻ അത്രയും ദിവസം ഞാൻ ഇഷിതയെ ബുദ്ധിമുട്ടിക്കില്ല, നാളെ വൈകുന്നേരം എന്തായാലും വിക്രത്തിനെ എൻ്റെ വീട്ടിലേക്ക് എത്തിക്കുക, ഞാൻ ബാക്കിയുള്ള കാര്യം ഞാൻ ചെയ്തോളാം, നീ രാത്രി വിക്രത്തിനെ എത്തിക്കാനുള്ള പണി മാത്രം ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇഷിത പറയേണ്ട ആയിക്കോട്ടെ, ഞാൻ വിക്രത്തിനെ നിൻ്റെ വീട്ടിൻ്റെ അവിടേക്ക് എത്തിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ വാസവൻ സുധാകര മാഷിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, വിക്രം ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധാകര മാഷ് പറയുന്നുണ്ട്, വിക്രം ഇവിടെ ഇല്ല, വിക്രം ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങളെ ഉപദ്രവിച്ചാൽ നിങ്ങൾ വിഷമിക്കുന്നത് കണ്ടാലേ അവൻ ഇവിടെ എത്തുള്ളൂ, നിങ്ങൾ വിഷമിക്കുന്നത് കാണാൻ ഒരിക്കലും സഹിക്കില്ല, അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വന്നത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധാകര മാഷിനെ ഇട്ടിട്ട് ഉന്തിയൊക്കെ ഇടുന്നുണ്ട്. സുധാകര മാഷ് പോയി വീഴാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഷീജ എടുത്തി നന്ദിനി എടുത്തിയൊക്കെ പോയി പിടിക്കാനൊക്കെ പോകുന്നുണ്ട്. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് വാസവ ഇറങ്ങി പോണ സമയത്താണ് നമ്മുടെ കമല അമ്പലത്തിൽ പോയിട്ട് വരുന്നുണ്ട്. അമ്പലത്തിൽ പോയി വരുന്ന സമയത്ത് അവളുടെ കയ്യിൽ പ്രസാദമൊക്കെ ഉണ്ട്, അതൊക്കെ വാങ്ങിയിട്ട് ഊതിക്കളയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ മകനെ ഞാൻ വെറുതെ വിടില്ല, എൻ്റെ മകനെ കൊന്നതിന് നിൻ്റെ മകനെ ഞാൻ എന്തായാലും കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കമലയാണെങ്കിൽ ആകെ ബോധം കെട്ട് വീഴുന്നുണ്ട്. എന്തായാലും വിക്രമാണെങ്കിൽ നമ്മുടെ വേദന വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.